കുട്ടികൾക്ക് വേണ്ടി 2 കളർഫുൾ ദോശകളാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. കുട്ടികൾ വളരെ ആസ്വദിച്ച് ഇത് കഴിക്കും. നല്ല കളർഫുള്ളാണെന്ന് മാത്രമല്ല, നല്ല ഹെൽത്തിയുമാണ്. ഒന്ന് ട്രൈ ചെയ്താലോ? ദോശമാവ് ചിലപ്പോൾ കൂടുതൽ ദിവസം ഫ്രിഡ്ജിലിരുന്നാൽ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. എത്ര പുളിച്ച മാവിൻ്റെയും പുളി കളയാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് നോക്കൂ. അപ്പോൾ തന്നെ അതിൻ്റെ പുളി പോവും. നല്ല ഫ്രഷ് മാവിൻ്റെ സ്വാദ് കിട്ടുകയും ചെയ്യും. സോഡാപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അധിക സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും. ഏതായാലും ഇന്നത്തെ ദോശ ഒരല്പം സ്പെഷ്യലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർഫുൾ ദോശയാണ്. കളർ കിട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസ് തന്നെയാണ്. ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി ബീട്രൂട്ടും. ഈ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കളറാണ് നമ്മുടെ ദോശയ്ക്ക് നല്ല കളർ തരുന്നത്. അപ്പോൾ അത്രയും വെജിറ്റബിൾസും അവരുടെ അകത്താവുമല്ലോ. ഒരല്പം മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മുടെ മാവിൻ്റെ കളർ തന്നെ മാറി. ഇത്തരം കളർ ചേർത്ത ഫുഡ് കഴിക്കാൻ കുട്ടികൾക്ക് വളരെ താല്പര്യമായിരിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർക്കാതെ നമ്മുടെ നാടൻ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന കളേഴ്സ് തന്നെ ചേർക്കുക. ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരല്പം കൂടി മാവ് എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ക്യാരറ്റ് ചേർക്കാനാണ്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരല്പം മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ ഓറഞ്ച് കളറിൻ്റെ കൂടെ ഒരു ഗ്രീൻ കളറും കൂടി വരുമ്പോൾ അതൊരു പ്രത്യേക ലുക്കായിരിക്കുമല്ലോ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സവാളയോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നിങ്ങളുടെ കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അല്പമൊക്കെ മാറ്റം വരുത്താം. ഇതും നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊരല്പം നല്ലെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ആവാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒഴിക്കാം. ഞാനിതിപ്പോൾ അല്പം കുട്ടി ദോശയായിട്ടാണ് ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള ദോശയാണല്ലോ, ഒരല്പം ചെറുതായിക്കോട്ടെ. വല്ലാതെ പരത്തുന്നില്ല, അല്പം കട്ടിയായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. വല്ലാതെ തിന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ വല്ലാതെ ഡ്രൈ ആയി പോവും. ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുക്കാവാൻ ഒരല്പം സമയം എടുക്കും, കട്ടിയുണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ അങ്ങനെ ഇരുന്നോട്ടെ. ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് തിരിച്ചിടണം, പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അടിവശം നല്ലപോലെ ആയ ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നുകൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഉൾവശം നല്ലപോലെ വേവണം. അതിൻ്റെ ഒപ്പം ആ ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ദോശ റെഡി. വളരെ ടേസ്റ്റിയാണിത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവരറിയാതെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഗുണമൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കാം. ബീട്രൂട്ട് ചേർത്ത മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതും ഇതുപോലെ 2 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീയൊട്ടും കൂട്ടണ്ട. ക്യാരറ്റ് ദോശയേക്കാളും ഒരല്പം കൂടെ വലിപ്പത്തിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരല്പം എണ്ണ മീതെ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ബീട്രൂട്ടൊക്കെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ അത് തോരനായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറികളിൽ ചേർത്തോ ഒക്കെയാണ് കൊടുക്കാറ്. അയ്യോ, തുറന്നപ്പോൾ ഒരല്പം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ വെന്ത ശേഷം വേണം തിരിച്ചിടാനായിട്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാനതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 2 ദോശയും കൂടെ ഒറ്റ ദോശയായി. സാരമില്ല, ഇതൊന്ന് കുക്കായി വരട്ടെ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ദോശയും റെഡി ആയിട്ടുണ്ട്. ഏതായാലും ഈ ബീട്രൂട്ട് ദോശ ഇങ്ങനെ ആയത് എനിക്കൊരല്പം സൗകര്യമായി.
കാരണം സെർവ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ സെർവ് ചെയ്യാം. നല്ലൊരു സ്മൈലി ആയില്ലേ? ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. അവർക്ക് കഴിക്കാൻ നല്ല താല്പര്യമായിരിക്കും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.